ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ടിപ്സ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമുക്ക് മാലകളൊക്കെ പൊട്ടുമ്പോൾ ഉള്ള പാശികളൊക്കെ നമുക്ക് കുറച്ചിങ്ങനെ മാറ്റി വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ സാരിയിലൊക്കെ പിൻസൂചി കുത്തുക, മഫ്തയിലൊക്കെ പിൻസൂചി കുത്തുമ്പോൾ അതിൻ്റെ ഗ്യാപ്പിലോട്ട് ഡ്രസ്സ് കയറിയിട്ട് ഡ്രസ്സ് തന്നെ കേടുവന്ന് പോകും, കീറാൻ സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിട്ട് തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ സാരിയിലൊക്കെ പിന്നു കുത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ അതിനൊരു ടിപ്പായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു അടിപൊളി ടിപ്പാണ്, നിങ്ങളെല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ പാശികൾ നമുക്ക് ചെറിയ ചെറിയ പാശികൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇതിട്ടിട്ട് നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാരിൻ്റെ ഉള്ളിലോട്ട് പിന്നിൻ്റെ ഉള്ളിലോട്ട് സാരികൾ പോവില്ല, കയറില്ല. നമുക്ക് എടുക്കാനും പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു മാലയൊക്കെ പൊട്ടുമ്പോൾ ഇഷ്ടത്തിന് പാശികൾ നമുക്ക് കിട്ടാറുണ്ട്. ഇനി പാശികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ റബ്ബർ പോലത്തെ ചെറിയൊരു സാധനം നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നെറ്റ് പോലത്തെ ഷാളുകളൊക്കെയാണ് മിക്കവാറും നല്ല ബുദ്ധിമുട്ടായി തോന്നുക, പെട്ടെന്ന് കീറിയും പോകും പിന്നെ കുത്തുമ്പോൾ. അപ്പോൾ അതിലൊക്കെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷാളും സാരിയൊക്കെ കേടുവരാതെ സൂക്ഷിക്കാം. ഇതുപോലെ നമ്മൾ ഇപ്പോൾ പാശി നമ്മൾ സാരിയിലൊക്കെ ഫ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മളിങ്ങനെ പിന്നു കുത്താറുണ്ട്. അങ്ങനെ പിന്നെ കുത്തുമ്പോൾ നമ്മൾ ഇതിന് തന്നെ വേറൊരു രീതിയിലൂടെ നമുക്ക് കുത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ പിന്നെ കുത്തുമ്പോൾ മുകൾ ഭാഗം നമുക്ക് പിൻ സൂചി കാണും, അപ്പോൾ ഒരു വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു പാശി ഇട്ടിട്ട് നമുക്ക് അടിയിൽ ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പാശി ഇടുക. പിന്നെ ഈ മുകളിൽ കാണുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ പിൻ കുത്തിയതിന് ശേഷം വരുന്ന ആ പുറത്തൊക്കെ ഉണ്ടാവുമല്ലോ, അതിൽ നമ്മളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള പിന്നുകൾ എടുക്കുക, പിന്നുകളല്ലേ പാശികൾ എടുക്കുക. അതായത് ഇപ്പോൾ സാരി പിന്നൊക്കെ എടുക്കില്ലേ, അതൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പാശികൾ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് സാരിക്ക് മാച്ചായിട്ടുള്ള ഏതെങ്കിലും കളർ പാശികളൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കുത്താം. അപ്പോൾ ഒരു സാരി പിന്നിൻ്റെ എഫക്റ്റ് നമ്മൾ പിന്നു കുത്തിയ പോലെ തന്നെ തോന്നില്ല. അപ്പോൾ ഇത് നെക്സ്റ്റ് നല്ലൊരു ടിപ്പാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതേപോലെ തന്നെ സാരിയിലൊന്ന് കുത്തി കാണിച്ചു തരാം. നമ്മൾ ഫ്ലീറ്റ്സ് ഇങ്ങനെ എടുത്തതിന് ശേഷം വേണ്ടില്ലേ പുറം ഭാഗം കാണുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം താഴെ ഒന്ന് ഇടുക. അപ്പോൾ സാരി ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി താഴെ ഒരു പാശി ഇട്ട് കൊടുക്കുക. പിന്നെ മുകളിൽ ഇങ്ങനെ കാണുന്ന ഭാഗത്ത് നമുക്ക് സാരിക്ക് മാച്ചായിട്ടുള്ള പാശികൾ 2-3 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര സൂചിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് പാശികൾ ഇട്ട് കൊടുക്കാം. 3 തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇതാ കണ്ടില്ലേ, കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സാരിക്ക് മാച്ചായിട്ട് നമുക്കിങ്ങനെ പിന്നുകൾ നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. നമ്മൾ തലയിലിടുന്ന ക്രാബുകളൊക്കെ കുട്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ക്രാബുകൾ അവിടെ ഇവിടെ ഇട്ടിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ നോക്കുമ്പോൾ കാണില്ല. അപ്പോൾ അതിന് ഒരു ടിപ്പാണ്. ഇതെല്ലാവർക്കും നല്ല യൂസ്ഫുള്ളാവും. നിങ്ങൾ ക്രാബുകൾ അഴിക്കുമ്പോൾ അവിടെ ഇവിടെ ഇട്ടിട്ട് നമുക്കത് മിസ്സായി പോകാറുണ്ട്. വെക്കാനൊരു സ്ഥലം ഉണ്ടാവില്ല. ഡപ്പയിലിടുമ്പോൾ നമ്മൾ മാച്ചിങ് തിരയാൻ വേണ്ടിയിട്ടൊക്കെ പാടെ തിരഞ്ഞെടുക്കും. ആ പകുതി പുറത്തൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ ഇട്ടിട്ട് പോകും. അപ്പോൾ അതിനേക്കാളും നമുക്ക് സെലക്ഷൻ ചെയ്യാനൊക്കെ സുഖത്തിന് ഒരു ഹാങ്ങർ ഉണ്ടായാൽ മതി. ഹാങ്ങറിൽ എല്ലാ ക്രാബുകളും ഇതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡ്രസ്സ് മാറ്റുമ്പോഴൊക്കെ ഏതാ വേണ്ടത് നമുക്ക് സെലക്ഷൻ ചെയ്തിട്ട് വേഗം എടുത്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ചെറിയ ഇതുണ്ടാവുമല്ലോ മുടിയിൽ ക്ലിപ്പിടുന്ന ക്ലിപ്പുകൾ, അപ്പോൾ അതിന് നമുക്ക് ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ ഹാങ്ങറും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ അവിടെ കാണുമ്പോൾ അപ്പം തന്നെ എടുത്തിട്ട് നമുക്ക് ഈ ഹാങ്ങറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാൻഡുകൾ, നമുക്ക് തലയിലിടുന്ന ബാൻഡുകളൊക്കെ നമുക്ക് സുഖമായിട്ട് ഇതിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് തിരഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ കച്ചറ പോലെ അവിടെ കിടക്കില്ല. പിന്നെ ഇതുപോലത്തെ ഇരുമ്പിൻ്റെ ഹാങ്ങർ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഹാങ്ങറുകൾ കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേറൊരു ഗുണം കൊണ്ടുണ്ട് അതിൽ. നമ്മളിപ്പോൾ ഇതുപോലെ വളയിൽ സ്റ്റാൻഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹാങ്ങറിൽ നമുക്ക് വളകൾ ഇങ്ങനെ സൂക്ഷിച്ച് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള വള പെട്ടെന്ന് നോക്കി നമുക്ക് എടുക്കാനും പറ്റും. വളകളൊക്കെ പാടെ ഒരു ഭാഗത്ത് ഒതുങ്ങി കിടക്കുകയും ചെയ്യും. നമ്മളിപ്പോൾ ഒരു ബോക്സിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ തിരയുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കളറുകൾ എടുക്കാനും എല്ലാം കൂടെ പുറത്തൊക്കെ വീണിട്ടോ ഒക്കെ ആവും. ഇങ്ങനെ നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യം മാച്ചിങ് നോക്കിയെടുക്കാനും പറ്റും. അതുപോലെ സൂക്ഷിച്ച് കേട് കൂടാതെ എടുത്തു വെക്കാനും പറ്റും. എന്നിട്ട് നമുക്ക് അൽമാരിൻ്റെ ഉള്ളിൽ ഡ്രസ്സുകളൊക്കെ തൂക്കുന്ന ഭാഗത്ത് കൃത്യം തൂക്കിയും വെക്കാം.
അപ്പോൾ നമുക്ക് ക്രാബുകളും അതിൽ തന്നെ ഇടാം, അതുപോലെ തന്നെ വളകളും ഇടാം. അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാനൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് ഐഡൻറ്റിറ്റി കാർഡ്, അങ്ങനെ കുട്ടികളുടെ സ്കൂളിലത്തെ കാര്യങ്ങൾ, ടൈകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ തൂക്കി വെക്കുകയാണെങ്കിൽ എവിടെയും മിസ്സായി പോവില്ല. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണും വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.